നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കും സർക്കാർ ജീവനക്കാർക്കും ഏറെ പ്രയോജനപ്പെടുന്ന നിരവധി നിർണായക വിവരങ്ങളാണ് ഇപ്പോൾ നിലവിൽ പുറത്തു വരുന്നത്. സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് വരുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ, റേഷൻ കാർഡ് ഉടമകൾ, അതോടൊപ്പം തന്നെ സർവീസ് പെൻഷൻകാർ എന്നിവരെല്ലാം തന്നെ ഓണക്കാലത്ത് സർക്കാരിൽ നിന്നും ലഭിക്കാനിരിക്കുന്ന സാമ്പത്തിക ധനസഹായങ്ങളെക്കുറിച്ചും ആനുകൂല്യങ്ങളെക്കുറിച്ചുമൊക്കെ വളരെ പ്രതീക്ഷയോടെയാണ് ഇപ്പോൾ നോക്കിക്കാണുന്നത്. ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണത്തിൻ്റെ നിലവിലെ അവസ്ഥ, ഓണത്തിന് മുൻപായിട്ട് ലഭിച്ചേക്കാവുന്ന അധിക പെൻഷൻ തുക, NSAP കേന്ദ്ര വിഹിതം, സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത DA, കൂടാതെ ഓണക്കിറ്റും സപ്ലൈകോ ഫെയറുകളും തുടങ്ങി നിരവധി വിഷയങ്ങളിൽ നിലവിലുള്ള ഔദ്യോഗികവും ലഭ്യമായതുമായിട്ടുള്ള വിവരങ്ങളാണ് ഈ അപ്ഡേറ്റിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റ് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ പരമാവധി ആളുകളിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് നിലവിൽ പുരോഗമിക്കുന്ന ജൂലൈ മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ കാര്യത്തിലേക്ക് വരാം. സർക്കാർ അനുവദിച്ച തുക ട്രഷറികൾ, അതോടൊപ്പം തന്നെ വിവിധ ബാങ്കുകൾ, സഹകരണ സ്ഥാപനങ്ങൾ എന്നിവ വഴി ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കുന്ന പ്രവർത്തനങ്ങൾ ഘട്ടം ഘട്ടമായി ഇപ്പോൾ നടന്നു വരികയാണ്. ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും അതോടൊപ്പം തന്നെ സഹകരണ ബാങ്ക് പ്രതിനിധികൾ നേരിട്ട് വീട്ടിലെത്തിച്ചും പണം കൈമാറുന്ന രീതിയാണ് പിന്തുടരുന്നത്. എല്ലാ ഗുണഭോക്താക്കൾക്കും ഒരേ ദിവസം തുക ലഭിക്കണമെന്നില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. IFSC അടിസ്ഥാനമാക്കിയുള്ള പ്രോസസ്സിംഗ് സമയവും അതോടൊപ്പം തന്നെ ബാങ്കുകളുടെ ആഭ്യന്തര നടപടികളും അനുസരിച്ച് തുക അക്കൗണ്ടിലെത്താൻ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ വ്യത്യാസമുണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ തുക വൈകിയാലും ആശങ്കപ്പെടേണ്ടതില്ല. അക്കൗണ്ടും അതോടൊപ്പം തന്നെ SMS സന്ദേശങ്ങളും ഒക്കെ തന്നെ കൃത്യമായിട്ട് പരിശോധിച്ചാൽ മതിയാകും. ഇനി പെൻഷൻ തുക തടസ്സമില്ലാതെ ലഭിക്കുന്നതിനായിട്ട് ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അക്കൗണ്ട് ദീർഘകാലമായിട്ട് ഇൻആക്റ്റീവ് ആവുകയോ KYC അത് വിജയകരമായിട്ട് പൂർത്തിയാക്കാതിരിക്കുകയോ ചെയ്താൽ സർക്കാർ അയക്കുന്ന തുക അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവാതെ തിരികെ പോകാൻ സാധ്യതയുണ്ട്. കൂടാതെ അക്കൗണ്ടും ആധാറുമായി ബന്ധിപ്പിക്കാത്തതും മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തതും പണം അക്കൗണ്ടിലേക്ക് എത്തുന്നതിന് കാലതാമസം വരുത്തിയേക്കാം. അതിനാൽ തന്നെ നിങ്ങളുടെ ബാങ്ക് സന്ദർശിച്ച് അക്കൗണ്ട് സജീവമാണെന്നും ആധാർ, മൊബൈൽ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉറപ്പാക്കുന്നത് പിന്നീട് ഉണ്ടാകാൻ സാധ്യതയുള്ള അനാവശ്യ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ഈ ഓണക്കാലത്ത് പൊതുജനങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒന്നിലധികം മാസത്തെ പെൻഷൻ തുക അത് ഒരുമിച്ച് ലഭിക്കുമോ എന്നതിനെക്കുറിച്ചാണ്. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ കുടിശ്ശികയ്ക്കൊപ്പം സെപ്റ്റംബർ മാസത്തെ പെൻഷൻ കൂടി ഓണത്തിന് മുൻകൂറായിട്ട് വിതരണം ചെയ്യുന്ന കാര്യം സർക്കാർ പരിഗണിക്കുന്നതായിട്ടാണ് വിവിധ റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. ഇത് നടപ്പിലായാൽ ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വലിയൊരു സാമ്പത്തിക ആശ്വാസമായി തന്നെ ഇത് മാറുന്നതായിരിക്കും. എന്നാൽ ഈ വിഷയത്തിൽ സർക്കാർ ഇതുവരെ അന്തിമ തീരുമാനം എടുക്കുകയോ ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവുകൾ പുറത്തിറക്കുകയോ ചെയ്തിട്ടില്ല. അതിനാൽ തന്നെ വരും മണിക്കൂറുകൾ നമുക്കിത് പ്രതീക്ഷിക്കാം. ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ പുറത്തു വരുന്നത് വരെ ഇതിനെ ഒരു സാധ്യതയായി മാത്രം കണക്കാക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം NSAP വഴിയുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും നിലവിൽ കൃത്യമായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കും ഈ കേന്ദ്ര വിഹിതത്തിൻ്റെ വിതരണവും ആരംഭിക്കുന്നത്. ഇനി അടുത്തതായിട്ട് സർക്കാർ ജീവനക്കാരും അതോടൊപ്പം തന്നെ പെൻഷൻകാരും കാത്തിരിക്കുന്ന DA അതിൻ്റെ വർധനവിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. ഓണക്കാലത്ത് ജീവനക്കാർക്ക് ലഭിക്കേണ്ട ക്ഷാമബത്തയിൽ 2% വരെ വർധനവ് വരുത്താൻ സർക്കാർ ആലോചിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത് നടപ്പിലായാൽ ജീവനക്കാർക്ക് ഓണച്ചെലവുകൾക്ക് വലിയൊരു കൈത്താങ്ങാകും. എങ്കിലും ധനവകുപ്പിൻ്റെയും മന്ത്രിസഭയുടെയും അന്തിമ തീരുമാനത്തിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായിട്ടുള്ള സർക്കാർ ഉത്തരവുകളൊക്കെ തന്നെ പുറത്തിറങ്ങുകയുള്ളൂ. ഇതുപോലെ തന്നെ ഓണക്കാലത്തെ വിലക്കയറ്റം പിടിച്ചു നിർത്താനായിട്ട് സപ്ലൈകോ വഴി പ്രത്യേക ഓണം ഫെയറുകളൊക്കെ തന്നെ തുറക്കാനുള്ള തയ്യാറെടുപ്പുകളും സജീവമായിട്ട് നടക്കുന്നുണ്ട്. അരി, വെളിച്ചെണ്ണ, പഞ്ചസാര, പയർവർഗ്ഗങ്ങൾ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങളൊക്കെ തന്നെ പൊതുവിപണിയേക്കാൾ കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുന്നത് സാധാരണക്കാർക്ക് വലിയ ആശ്വാസമായി മാറും. അവസാനമായിട്ട് പൊതുജനങ്ങൾ ഉറ്റുനോക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സൗജന്യ ഓണക്കിറ്റ് വിതരണം. മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തവണയും സൗജന്യമായി തന്നെ ഓണക്കിറ്റുകൾ നൽകാനുള്ള പ്രാഥമിക നടപടികൾ പുരോഗമിക്കുകയാണ്. കിറ്റിൽ ഉൾപ്പെടുന്ന സാധനങ്ങൾ, ഇനി അതുപോലെ തന്നെ വിതരണം ആരംഭിക്കുന്ന തീയതി, ഏതൊക്കെ റേഷൻ കാർഡുകൾക്കാണ് ഇത് ലഭ്യമാവുക എന്നീ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ വകുപ്പ് തലത്തിൽ നിന്ന് ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ ലഭിച്ചതിന് ശേഷം മാത്രം ആവശ്യമായ രേഖകളുമായിട്ട് റേഷൻ കടകളെ സമീപിക്കുന്നതായിരിക്കും ഉചിതം. ലഭ്യമായിട്ടുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകളെയും അതോടൊപ്പം തന്നെ അറിയിപ്പുകളെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു കൃത്യമായിട്ടുള്ള അപ്ഡേറ്റാണ് എല്ലാവരിലേക്കും ഷെയർ ചെയ്തത്. ഈ പ്രധാന അറിയിപ്പ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾക്ക് പരിചയമുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും മറക്കാതെ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ തുടർന്ന് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.